ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിടിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കുടുംബക്ഷേത്രത്തിലെ പൂജയുടെ കാര്യം ഓർത്ത് ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് നിധി. കുറച്ചിപ്പുറത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് സുഭാഷ്. ഹരീഷും നികേഷും ഫോണിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നു. ചൂടുവെള്ളവുമായി അവിടേക്ക് വന്ന സുധീഷ് പറയുന്നു, നിധി ഈ ക്ലൈമറ്റ് ശരിയല്ലെന്ന് തോന്നുന്നു. അതാ ഈ തൊണ്ടവേദന. ചൂടുവെള്ളം ചോദിച്ചില്ലേ, നിധി ചൂടുവെള്ളം കുടിക്ക്. സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി ആ ചൂടുവെള്ളം വാങ്ങുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി, എന്താ ഇത്ര ആലോചിക്കുന്നത്? നിധി പറയുന്നു, ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു. അത് നിങ്ങളുടെ അമ്മായിയല്ലേ, ക്ഷേത്രമാണെന്ന് പോലും നോക്കാതെ എന്തൊക്കെയാ പറഞ്ഞത്. ആദ്യമായിട്ടാണ് നമ്മള് കുടുംബക്ഷേത്രത്തിലേക്ക് വന്നത്. ഇങ്ങനെയൊക്കെ നമ്മളെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ നമ്മളെ എങ്ങനെയായിരിക്കും കാണുക? അപ്പൊ സുധീഷ് പറയുകയാണ്, തിരുവനന്തപുരത്ത് നമുക്കാരും ഒരു വിലയും തരുന്നില്ലല്ലോ, അതേപോലെ ഇവിടെ ആരും നമുക്ക് വില തരരുത്, അതുകൊണ്ടാ അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇതൊക്കെ ഞങ്ങൾക്ക് ശീലമായി, നിധി അത് വിട്ടേര്. അപ്പൊ നിധി പറയുകയാണ്, അതല്ല സുധീഷേ, ആ പൂജ ഞാൻ ചെയ്യാൻ പോവുക. പൂജ ചെയ്ത് നമ്മുടെ വീട്ടിലും സ്ത്രീകൾ താമസിക്കും. കുടുംബത്തിന് വേണ്ടി പൂജയും പരിഹാരങ്ങളും എല്ലാം ചെയ്യുമെന്ന് ഞാൻ അവരുടെ മുന്നിൽ തെളിയിച്ചു കാണിക്കും. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, അതൊന്നും വേണ്ട മോളെ, മോൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? അവരാദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത്, പുതിയ കാര്യമൊന്നും അല്ലല്ലോ, മോൾ അത് വിട്ടേര്. അപ്പൊ നിധി പറയണ, ഇപ്പൊ നമ്മൾ വിട്ടാൽ ഈ കാരണം അവര് ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ കുത്തി നോവിക്കാൻ. നമ്മൾ തെളിയിച്ചേ പറ്റൂ. സാരമില്ല, ഞാൻ പൂജ ചെയ്തോളാം സുഭാഷേട്ടാ. അപ്പൊ സുധീഷ് പറയണ, നിധി പൂജ ചെയ്യാന്ന് പറയുന്നു, പക്ഷെ പൂജ എങ്ങനെയുള്ളതാണെന്ന് അറിയില്ലല്ലോ. ഇത് കേട്ട് നിധി പറയുകയാണ്, അത് ശരിയാണല്ലോ, എന്ത് പൂജയാ സുധീഷേ? ഈ സമയം അവിടേക്ക് വന്ന മണി ചോദിക്കുന്നു, സുധീഷേ നാടൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടോ? അതൊക്കെ കണ്ടു ചേട്ടാന്ന് സുധീഷ് പറയുമ്പോൾ മണി പറയുകയാണ്, ഇന്നലെ ഭക്ഷണം വാങ്ങിയ കടയിൽ തന്നെ ഇന്നത്തെ ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്, അധികം വൈകാതെ ഭക്ഷണം കിട്ടും. അപ്പൊ സുധീഷ് പറയണ, ചേട്ടാ ഈ സ്ത്രീകൾ മാത്രം ചെയ്യുന്ന എന്തോ ഒരു പൂജ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തു പൂജയാ? അപ്പോൾ മണി പറയുകയാണ്, അതൊന്നുമല്ല സുധീഷേ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നാളെ ക്ഷേത്രത്തിന് ചുറ്റും സ്ത്രീകൾ തീച്ചട്ടിയും എടുത്തോണ്ട് വരണം. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മണിയെ നോക്കുമ്പോൾ തീച്ചട്ടി ഒന്ന് ചോദിച്ച് നിധി അവിടെ ഒന്ന് എഴുന്നേൽക്കുകയാണ്. പൂജയെന്നല്ലേ പറഞ്ഞത്, തീച്ചട്ടി ഉള്ളതാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ മണി പറയുകയാണ്, പരിഹാരം ചെയ്യാനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പൂജ തന്നെയല്ലേ പരിഹാരം എന്ന് നിധി ചോദിക്കുമ്പോൾ മണി പറയുകയാണ്, അങ്ങനെയല്ല മോളെ, കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് തീച്ചട്ടിയും എടുത്തുകൊണ്ട് ക്ഷേത്രത്തിന് വലം വെക്കണം, അതാ ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട പൂജ. തീച്ചട്ടി എടുത്തുകൊണ്ട് വന്നാൽ കൈ പൊള്ളില്ലേന്ന് നിധി ചോദിക്കുമ്പോൾ മണി പറയണ, തീച്ചട്ടിയുടെ താഴെ വേപ്പില പിടിക്കും, അപ്പൊ കൈ പൊള്ളില്ലല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ മണി പറയണ, കൈ പൊള്ളും, നമ്മുടെ കുടുംബത്തിന് വേണ്ടി അത് സഹിച്ചല്ലേ പറ്റൂ. ചിലർക്കൊക്കെ തീച്ചട്ടിയുമായി പോകുമ്പോൾ ആ കനലിന്റെ ചൂട് കാരണം മുഖം പൊള്ളുന്നത് പോലെ തോന്നും. ആ പരിഹാര പൂജ ചെയ്താലല്ലേ കുടുംബത്തിന്റെ സങ്കടവും ദോഷവും ഒക്കെ മാറും. ഭയത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, വേണ്ട സുധീഷ്, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സുധീഷ് പറയണ, നിധി ചെയ്യണ്ട, തീച്ചട്ടി എടുത്തുകൊണ്ട് നടക്കുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണോ? നിധി അതൊന്നും ചെയ്യണ്ട. മണി ചോദിക്കുന്നു, മോളെ അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പൂജ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ നിധി പറയുകയാണ്, ചേട്ടൻ തീച്ചട്ടി എടുക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, പൂജ എന്നല്ലേ പറഞ്ഞുള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പൂജ ഉണ്ടെങ്കിൽ പറ, അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. പക്ഷെ തീച്ചട്ടി ഒന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല സുഭാഷ് ഏട്ടാ, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സുഭാഷ് പറയണ, അതൊന്നും മോള് ചെയ്യണ്ട, ഞാൻ അവിടെ വെച്ച് തന്നെ വേണ്ടെന്നല്ലേ പറഞ്ഞത്, മോൾ അതൊന്നും ചെയ്യണ്ട ചേട്ടാ, അതൊന്നും നിധി ചെയ്യില്ല. അപ്പൊ നികേഷ് പറയണ, അതെ ഏട്ടത്തി, ഇത്ര കഷ്ടപ്പെട്ട് പൂജ ചെയ്താലേ കുടുംബത്തിൽ നല്ലത് നടക്കുമെങ്കിൽ അത് വേണ്ട ഏട്ടത്തി. അപ്പൊ സുധീഷ് പറയണ, നിധി തീച്ചട്ടി എടുക്കുന്നൊന്നും എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ, നമുക്ക് നാളെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി പോകാം, എന്താ സുഭാഷ് ഏട്ടാ? അപ്പൊ സുഭാഷ് പറയണ, അങ്ങനെ ചെയ്യാൻ സുധീഷേ, മോള് വിഷമിക്കണ്ട. വിഷമത്തോടുകൂടി നിധി പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ, സോറി, ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് പൂജ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കരുതേ. ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തി എന്തിനാ വിഷമിക്കുന്നത്? ഇതൊക്കെ ചെയ്താലേ നമുക്ക് നല്ലത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഏട്ടത്തി സോറി പറയാൻ വേണ്ടി ഒന്നും നടന്നിട്ടില്ല, വിഷമിക്കാതെ. തുടർന്ന് രാത്രി നിധി വിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ നിധി ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുധീഷ് പറയുകയാണ്, ആ മണിയോട് നേരത്തെ തന്നെ ചോദിക്കേണ്ടതായിരുന്നു എന്ത് പൂജയാണെന്ന്. ഇപ്പൊ കണ്ടില്ലേ നിധി വിഷമിച്ചിരിക്കുന്നത്. സുഭാഷ് പറയുന്നു, പൂജ എന്നല്ലേ മണി പറഞ്ഞുള്ളൂ, എന്ത് പൂജയാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നല്ലോ. നിധി പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, നിധി പൂജ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലായിരുന്നു നമുക്ക് വിഷമം. സുധീഷ് പറയുന്നു, നിധി പൂജ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അന്ന് നിധി സ്കൂട്ടറിൽ നിന്ന് വീണപ്പോൾ കൈ മുറിഞ്ഞില്ലേ, അതുപോലെ എനിക്ക് സഹിച്ചില്ല, പിന്നല്ലേ തീച്ചട്ടി എടുത്ത് നിധി നടക്കുന്നത്. നിധി വളരെ വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ്. എല്ലാവരും നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് ഓർക്കുന്നു നിധിയുമായി കുടുംബക്ഷേത്രത്തിലേക്ക് പോയതും സെൽഫി എടുത്തതുമെല്ലാം. തുടർന്ന് രാവിലെ സുഭാഷ് എല്ലാവർക്കും ചായ കൊണ്ട് കൊടുക്കുകയാണ്. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് സുനന്ദ അവിടേക്ക് വരുമ്പോൾ സുഭാഷ് പറയുന്നു, വാ സുനന്ദ ചായ എടുക്കട്ടെ. അപ്പൊ സുനന്ദ പറയണം, വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ ചായ കുടിച്ചു. എല്ലാവരും രാത്രി നന്നായി ഉറങ്ങിയോ? അപ്പൊ സുഭാഷ് പറയണം, പുതിയ സ്ഥലമല്ലേ, നന്നായി ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ നന്നായി ഉറങ്ങിയത് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണം, സുഭാഷ് ഏട്ടന് നന്നായി ഉറങ്ങി, ചുമ്മാ പറയുന്നതാ. പുഞ്ചിരിച്ച് സുനന്ദ ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, ഇവരെല്ലാവരും സുഭാഷ് ഏട്ടന് പെണ്ണ് നോക്കുന്നില്ലേ? സുഭാഷ് ഏട്ടന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് ഇവർക്കാർക്കും ഒരു ചിന്തയില്ലല്ലോ. അപ്പൊ സുഭാഷ് പറയണ, അങ്ങനെയൊന്നും ഇല്ല സുനന്ദ, എന്റെ കല്യാണം നടക്കാൻ കൂടി വേണ്ടിയല്ലേ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിക്കാൻ വന്നത്. അപ്പൊ സുനന്ദ പറയണ, അപ്പൊ ഓരോ
ഉറപ്പായിട്ടും തിരുവനന്തപുരത്തേക്ക് ചെല്ലുമ്പോൾ സുഭാഷ് ഏട്ടന് കല്യാണം നടക്കും. എന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ദൈവം നല്ല ശക്തിയുള്ളതാണെന്ന്. സുഭാഷ് ഏട്ടൻ വിഷമിക്കേണ്ട, സുഭാഷ് ഏട്ടന് നല്ല രീതിയിൽ തന്നെ കല്യാണം നടക്കും. അപ്പൊ സുഭാഷ് പറയണ അത് വിട് സുനന്ദേ, സുനന്ദയ്ക്ക് സുഖമാണോ? അശ്വിന്റെ വീട്ടിലുള്ളവരൊക്കെ എങ്ങനെയുണ്ട്? സുധീഷ് പുതിയ നികേഷിനോട് പറയുകയാണ്, എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കുടുംബജീവിതത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് കേട്ടില്ലേ, നമുക്ക് എഴുന്നേറ്റ് പോയാലോ? അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ അങ്ങനെയൊക്കെ ചെയ്താൽ സുഭാഷ് ഏട്ടൻ ടെൻഷൻ ആകും. സുനന്ദ പറയുന്നു, എനിക്ക് ഒരു കുഴപ്പമില്ല സുഭാഷ് ഏട്ടാ, സുഖമായിട്ടിരിക്കുന്നു. അശ്വിനും അശ്വിന്റെ വീട്ടിലുള്ളവരും എന്നെ നന്നായി നോക്കുന്നുണ്ട്. ഞാൻ എന്ത് ചോദിച്ചാലും അശ്വിൻ എനിക്ക് മേടിച്ചു തരും. നല്ല ആളാ അശ്വിൻ. ഞാൻ സന്തോഷമായിട്ടാ അശ്വിന്റെയും അശ്വിന്റെ വീട്ടുകാരുടെ ഒപ്പം ജീവിക്കുന്നത്. ഈ സമയം അവിടേക്ക് വന്ന ചാന്ദിനി ഹിന്ദിയിൽ ചൂടുവെള്ളം കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. ഇതെന്താ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ചൂടുവെള്ളം ഉണ്ടായിരുന്നല്ലോ, ഞാൻ കുറച്ചു മുമ്പേ ആണല്ലോ കുളിച്ചത്, ഇപ്പൊ വരുന്നില്ല എന്ന് ചാന്ദിനി പറയുമ്പോൾ സുനന്ദ പറയുകയാണ്, ഹീറ്റർ ഉണ്ടല്ലോ സുഭാഷ് ഏട്ടാ. മാ ചാന്ദിനി ഞാൻ എന്താന്ന് നോക്കാം. അങ്ങനെ ചാന്ദിനിയും കൂട്ടി സുനന്ദ അവിടെ നിന്ന് പോവുകയാണ്. എടാ ഞാനും കൂടി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് സുഭാഷും പിന്നാലെ പോകുന്നു. സുഭാഷൻ അങ്ങോട്ടാ പോകുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, പോയിട്ട് വരട്ടെ. തുടർന്ന് ബാത്റൂമിന്റെ വാതിൽ തുറന്നു നോക്കി സുനന്ദ പറയുന്നു, സ്വിച്ച് ഇട്ടിട്ടില്ലായിരുന്നു സുഭാഷ് ഏട്ടാ. അങ്ങനെ പുറത്തെ ഹീറ്ററിന്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് സുനന്ദ. അപ്പോൾ സുഭാഷ് പറയുകയാണ്, പുറത്തായതുകൊണ്ട് ശ്രദ്ധിച്ചു കാണില്ല, ഇനി ചാന്ദിനി അകത്തേക്ക് പൊയ്ക്കുമെന്ന് സുനന്ദ പറയുമ്പോൾ താങ്ക്സ് എന്ന് പറഞ്ഞ് ചാന്ദിനി ബാത്റൂമിനകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ തെണ്ടി വീഴാനായി തുടങ്ങുകയാണ്. അയ്യോ എന്ന് പറഞ്ഞ് സുഭാഷ് ചാന്ദിനിയെ താങ്ങി പിടിക്കുന്നു. സുനന്ദ ഞെട്ടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒരു നിമിഷം അറിയാതെ സുഭാഷും ചാന്ദിനിയും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ഒന്ന് പതറിയ സുഭാഷ് ചാന്ദിനിയുടെ കൈ വിടുമ്പോൾ ചാന്ദിനി പറയുന്നു, സോറി. അപ്പൊ സുഭാഷ് പറയണ, ഇവിടെയെല്ലാം വെള്ളമാ, അതുകൊണ്ടാ തെന്നി വീഴാൻ തുടങ്ങിയത്. ആരാ ഇവിടെ എല്ലാം വെള്ളം ഒഴിച്ചത്? താങ്ക് യു എന്ന് പറഞ്ഞ ചാന്ദിനി ബാത്റൂമിലേക്ക് പോകുമ്പോൾ സുഭാഷ് പറയുന്നു, ചാന്ദിനി പോയിട്ട് വാ, ഞാൻ ഇവിടെയെല്ലാം ക്ലീൻ ചെയ്തേക്കാം. പുഞ്ചിരിച്ച് സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് ചാന്ദിനി ബാത്റൂമിന്റെ വാതിൽ അടയ്ക്കുകയാണ്. സുനന്ദ അവരെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്നു. സുഭാഷ് അവിടെ ക്ലീൻ ചെയ്യാനായി തുടങ്ങുമ്പോൾ സുനന്ദ ചോദിക്കുന്നു, സുഭാഷൻ എന്തേ ചെയ്യുന്നത്? അവൾ സുഭാഷ് പറയുകയാണ്, ഇനി ആരും വീഴാൻ പാടില്ല, ക്ലീൻ ചെയ്തേക്കാം. സുഭാഷിന്റെ ഞാൻ ചെയ്യാമെന്ന് സുനന്ദ പറയുമ്പോൾ സുഭാഷ് പറയുന്നു, സുനന്ദ പൊയ്ക്കോ, ഞാൻ ചെയ്തോളാം. അങ്ങനെ സുനന്ദ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് അവിടെയെല്ലാം ക്ലീൻ ചെയ്യുകയാണ് സുഭാഷ് അവിടെ നിന്ന് പോയതിനു ശേഷം സുനന്ദ അവിടേക്ക് വന്ന് സംശയത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. തുടർന്ന് കൂടി കഴിഞ്ഞ് അവിടേക്ക് വന്ന ചാന്ദിനി സുനന്ദയെ കണ്ട് ഞെട്ടി നിൽക്കുമ്പോൾ സുനന്ദ പറയുന്നു, സോറി, ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോ പേടിച്ചു പോയല്ലേ. എന്റെ പേര് സുനന്ദ, സുഭാഷ് ഏട്ടന്റെ അമ്മായിയുടെ മോള. നിങ്ങൾ ആരാ? അപ്പോൾ ചാന്ദിനി പറയുകയാണ്, മേരാ നാം ചാന്ദിനി. അപ്പോൾ സുനന്ദ പറയുന്നു, ചാന്ദിനി പേര് മനസ്സിലായിരുന്നു, ഹിന്ദിക്കാരിയാണല്ലേ. സുഭാഷ് ഏട്ടനെ ചാന്ദിനിക്ക് എങ്ങനെ അറിയാം? സുഭാഷിന്റെ കൂടെ ജോലി ചെയ്യുന്ന അവിനാഷിന്റെ സഹോദരിയാണെന്ന് ചാന്ദിനി ഹിന്ദിയിൽ പറയുമ്പോൾ ചാന്ദിനി എന്താ പറയുന്നതെന്ന് മനസ്സിലാകാതെ സംശയത്തോടുകൂടി നിൽക്കുകയാണ് സുനന്ദ. ടെൻഷനോടുകൂടി സുനന്ദ ചുറ്റി നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന നികേഷിനെ കാണുകയാണ്. എടാ നികേഷ് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് സുനന്ദ നികേഷിനെ അരികിലേക്ക് വിളിക്കുന്നു. തുടർന്ന് ചാന്ദിനിയെ നോക്കി പുഞ്ചിരിച്ച് സുനന്ദ പറയുന്നു, ഈ പെണ്ണ് ആരാണെന്ന് ചോദിച്ചു. എന്തൊക്കെയോ ഹിന്ദി പറയുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ നികേഷ് പറയുകയാണ്, ഇത് ചാന്ദിനി, നമ്മുടെ സുഭാഷ് ഏട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന അവിനാഷ് എന്ന് പറയുന്ന ഒരാളില്ലേ, എനിക്കറിയാമെന്ന സുനന്ദ പറയുമ്പോൾ നികേഷ് പറയുകയാണ്, അവിനാഷ് ഭയ്യയുടെ സഹോദരിയ ചാന്ദിനി. ഇവരുടെ വീട്ടില് ചെറിയൊരു പ്രശ്നം, കുറച്ചുനാള് നമ്മുടെ വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞ് അവിനാഷ് ഭയ്യ ചാന്ദിനിയെയും കൂട്ടി വന്നപ്പോൾ സുഭാഷ് ഏട്ടനാ പറഞ്ഞത് ചാന്ദിനി ഇവിടെ നിൽക്കട്ടെന്ന്. ചാന്ദിനിയെ മാത്രം വീട്ടിലാക്കിയിട്ട് കുടുംബക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ചാന്ദിനിയും കൂട്ടി വന്നത്. ചാന്ദിനി ജാവോ. ഇത് കേട്ട് പുഞ്ചിരിച്ച് ചാന്ദിനി അകത്തേക്ക് പോകുമ്പോൾ സുനന്ദ പറയുകയാണ്, ചാന്ദിനിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ലാന്ന് നികേഷ് പറയുമ്പോൾ സുനന്ദ പറയുകയാണ്, നമുക്ക് സുഭാഷ് ഏട്ടന്റെയും ചാന്ദിനിയുടെയും കല്യാണം നടത്തിയാലോ? നികേഷ് ചോദിക്കുന്നു, കല്യാണോ? ഭാഷ പോലും അറിയാതെ എങ്ങനെയാ കല്യാണം കഴിക്കുക? സുനന്ദ ചോദിക്കുന്നു, കല്യാണം കഴിക്കാൻ എന്തിനാടാ ഭാഷ? നികേഷ് ചോദിക്കുന്നു, രണ്ടുപേരും തമ്മിൽ സംസാരിക്കണ്ടേ? ഒരാൾ സംസാരിക്കുന്നത് എന്താണെന്ന് മറ്റേ ആൾക്ക് മനസ്സിലാകണ്ടേ? അതൊന്നും ശരിയാകില്ല. സുഭാഷ് ഏട്ടന് വേറെ പെണ്ണിനെ നോക്കുന്നതാ നല്ലത്. വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട കേട്ടോ. സുഭാഷ് ഏട്ടന്റെയും ചാന്ദിനിയുടെയും കല്യാണം നടത്താമെന്ന്. അങ്ങനെ നികേഷ് അവിടെ നിന്ന് പോകുമ്പോൾ സുനന്ദ മനസ്സിൽ പറയുകയാണ്, ഇവനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്? സുഭാഷ് ഏട്ടന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞില്ല. ആ ചാന്ദിനി സുഭാഷ് ഏട്ടന് നന്നായി ചേരുന്നുണ്ട്. തുടർന്ന് എല്ലാവരും കുടുംബക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഭാസ്കര വാടാന്ന് പറഞ്ഞ് ഭാസ്കറിന്റെ ഫ്രണ്ട്സ് വന്ന ഭാസ്കരനെയും കൂട്ടി കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ്. അശ്വിന്റെ ഒപ്പം നിൽക്കുന്ന സുനന്ദ പറയുന്നു, വാ നിധി, പൂജയ്ക്ക് സമയമാകുന്നു. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നു, സുനന്ദ തീച്ചട്ടി എടുക്കുന്നുണ്ടോ? അപ്പോൾ സുനന്ദ പറയുകയാണ്, എടുക്കുന്നുണ്ട് സുഭാഷ് ഏട്ടാ, എല്ലാ വർഷവും അമ്മയാ തീച്ചട്ടി എടുക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നതല്ലേ, വീട്ടിലുള്ള എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഈ വർഷം ഞാൻ തീച്ചട്ടി എടുക്കുക. അപ്പോൾ സുഭാഷ് പറയുകയാണ്, നല്ല കാര്യ, പക്ഷേ തീച്ചട്ടി എടുക്കുമ്പോൾ കൈ പൊള്ളില്ലേ? അപ്പോൾ സുനന്ദ പറയുകയാണ്, അത് സാരമില്ല സുഭാഷ് ഏട്ടാ, എനിക്കിത് ചെയ്യണമെന്ന് തോന്നി, എല്ലാ വർഷവും അമ്മയല്ലേ ചെയ്യുന്നത്. ഞാൻ പണ്ട് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയായിരുന്നു, നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പൂജ നിനക്ക് ചെയ്യാവുന്ന. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞില്ലേ, അതുകൊണ്ടാ ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചത്. കൈ പൊള്ളില്ലെന്ന് നിധി ചോദിക്കുമ്പോൾ സുനന്ദ പറയുകയാണ്, കൈ പൊള്ളും, പക്ഷേ നമ്മുടെ ഫാമിലിക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചല്ലേ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് പൊള്ളലൊന്നും സാരമില്ല. ഇത് കേട്ട് നിധി സുധീഷിനെ നോക്കുകയാണ്. അപ്പോൾ സുനന്ദ പറയുന്നു, ഇവിടെ നിന്ന് തീച്ചട്ടി എടുത്ത് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ വരെ പോയിട്ട് വരണം. തീച്ചട്ടി എടുത്തോണ്ട് പോകുമ്പോൾ മനസ്സിൽ ഭഗവാനെ വിചാരിച്ച് പ്രാർത്ഥിച്ച് പെട്ടെന്ന് എടുത്തോണ്ട് പോണം.
വേപ്പിലയുമായി അവിടേക്ക് വന്ന ലളിത ചോദിക്കുന്നു, നീ എന്താടി ചെയ്യുന്നത്? അപ്പോൾ സുനന്ദ പറയുകയാണ്, ദാ വരുന്നു അമ്മേ. സുഭാഷേട്ടാ, അമ്മ വെറുതെ ബഹളം വെക്കും, ഞാൻ പിന്നെ സംസാരിക്കാം. ശരി എന്ന് പറഞ്ഞ് സുഭാഷ് നിധിയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ, നീ എന്തിനാ അവരോട് സംസാരിക്കുന്നതെന്ന് ലളിത ചോദിക്കുമ്പോൾ സുനന്ദ പറയുകയാണ്, വെറുതെ സംസാരിച്ചല്ലേ അമ്മേ. സുധീഷ് പതിയെ സുഭാഷിനോട് ചോദിക്കുന്നു, സുഭാഷേട്ടൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കാനൊക്കെ പോകുന്നത്? നികേഷ് പറയുകയാണ്, രാവിലെ സുനന്ദയുമായി സംസാരിച്ചതാ, അപ്പൊ പോലും സുനന്ദ തീച്ചട്ടി എടുക്കുന്ന കാര്യം പറഞ്ഞില്ല. സുഭാഷ് പറയുന്നു, നിധി ഇതൊക്കെ കണ്ട് ഓരോന്ന് ആലോചിക്കണ്ട. അപ്പോൾ ലളിത ചോദിക്കുകയാണ്, അയ്യോ എന്റെ ആങ്ങളയുടെ മരുമകൾ വന്നിട്ടുണ്ടല്ലോ, ഈ ഡ്രസ്സിലാണോ തീച്ചട്ടി എടുക്കാൻ പോകുന്നത്? ഞാൻ തീച്ചട്ടി എടുക്കുന്നില്ല എന്ന് നിധി പറയുമ്പോൾ ലളിത ചോദിക്കുന്നു, എന്ത് എടുക്കുന്നില്ലെന്നോ? ഇന്നലെ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. എന്താ എന്റെ കുടുംബത്തിൽ പെണ്ണില്ലേ? ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി പൂജ ചെയ്യുമെന്നൊക്കെയല്ലേ പറഞ്ഞത്? എനിക്കറിയായിരുന്നു നീ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന്. നിന്നെ കൊണ്ട് തീച്ചട്ടി എടുക്കാനൊന്നും പറ്റില്ല. അമ്മേന്ന് മിണ്ടാ നിൽക്കുന്ന സുനന്ദ പറയുമ്പോൾ ലളിത പറയണ, വാഴക്കിടി. അപ്പൊ സുധീഷ് പറയണ, നിങ്ങക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ പോയി തീച്ചട്ടി എടുക്ക്. നിധി വാ നമുക്ക് പോകാന്ന് പറഞ്ഞ് സുധീഷ് എല്ലാവരെയും കൂട്ടി കുറച്ചങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ്. തുടർന്ന് ആലോചിച്ചിരിക്കുന്ന നിധിയോട് സുധീഷ് പറയുന്നു, ദേ നോക്ക് നിധി, അവര് പറയുന്നതൊക്കെ കേട്ട് അനാവശ്യമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ട. നമ്മൾ എന്തിനാ ഈ ക്ഷേത്രത്തിലേക്ക് വന്നത്? പ്രാർത്ഥിക്കാനല്ലേ? ആദ്യം അത് ചെയ്യാം. ഇങ്ങനെ പരിഹാര പൂജ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിന്റെ പുറകെ പോണ്ട. അപ്പൊ ഹരീഷ് പറയണ, ഏട്ടത്തെ വീട്ടിലേക്ക് വന്ന 4 ജോത്സ്യന്മാരും എന്താ പറഞ്ഞത്? കുടുംബക്ഷേത്രത്തിൽ പോകണമെന്നല്ലേ പറഞ്ഞുള്ളൂ, ഇങ്ങനെ പരിഹാര പൂജയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. ഏട്ടത്തെ അതെല്ലാം വിട. നിധി വിഷമത്തോടു കൂടി കുനിഞ്ഞിരിക്കുമ്പോൾ നികേഷ് ഒന്ന് പറയടാ. പുഞ്ചിരിച്ച നികേഷ് പറയണ, ഏട്ടത്തെ നമുക്ക് നമ്മുടെ ചാന്ദിനിയോട് പറഞ്ഞാലോ തീച്ചട്ടി എടുക്കാൻ? പുഞ്ചിരിച്ച ചാന്ദിനി ഒന്ന് നോക്കിയിട്ട് നിധി ഓർക്കുകയാണ് സുനന്ദയുടെ വാക്കുകൾ. കൈ പൊള്ളും, പക്ഷേ നമ്മുടെ ഫാമിലിയുടെ നല്ലതിനു വേണ്ടിയല്ലേ. അപ്പൊ കൈ പൊള്ളിയതൊന്നും അറിയില്ല. ശേഷം നിധി ഓർക്കുകയാണ് മണിയുടെ വാക്കുകൾ. നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും ദോഷങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ഈ പൂജ ചെയ്താൽ അതെല്ലാം മാറും. പരിഹസിച്ചുകൊണ്ട് ലളിത പറഞ്ഞു, ആ കുടുംബത്തിൽ സ്ത്രീകളില്ലല്ലോ, പിന്നെങ്ങനാ പൂജ ചെയ്യുക? അപ്പോൾ ദേഷ്യത്തോടു കൂടി നിധി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു, സുഭാഷേട്ടാ ആ പൂജ ഞാൻ ചെയ്യും. തുടർന്ന് നിധി പറയുന്നു, നികേഷേ എന്റെ കൂടെ ഒന്ന് വരാമോ? അപ്പൊ സുധീഷ് ചോദിക്കാണ്, നിധി എവിടെ പോവാ? ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരാന്ന് പറഞ്ഞ് നികേഷിനെയും കൂട്ടി നിധി അവിടെ വന്ന് പോകുന്നു. തുടർന്ന് എല്ലാവരും സാരിയൊക്കെ ഉടുത്ത് തീച്ചട്ടി എടുക്കാനായി നിൽക്കുകയാണ്. തിരുമേനി ഓരോരുത്തരുടെ കയ്യിലായും വേപ്പില കൊടുക്കുന്നു. ഒരു ചട്ടിയുടെ അരികിൽ ആളില്ലാത്തത് കൊണ്ട് തിരുമേനി ചോദിക്കുന്നു, ഈ ചട്ടിയുടെ ആളെവിടെ? ഭാസ്കറിന്റെ മരുമകൾ വന്നില്ലേ? ഈ സമയം തീച്ചട്ടി എടുക്കാനായി ഒരുങ്ങി സാരിയൊക്കെ എടുത്ത് നികേഷിന്റെ ഒപ്പം അവിടേക്ക് വരികയാണ് നിധി. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിധി പറയുമ്പോൾ ഞെട്ടി നിധിയെ നോക്കുകയാണ് ലളിതയും സുനന്ദയും അശ്വിനും. അശ്വിൻ സന്തോഷത്തോടു കൂടി സുനന്ദയെ നോക്കുമ്പോൾ സുനന്ദ വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ്. നിധി എല്ലാവരുടെയും ഒപ്പം തീച്ചട്ടി എടുക്കാനായി നിൽക്കുമ്പോൾ സുനന്ദ ടെൻഷനോടുകൂടി നിധിയെ നോക്കുന്നുണ്ട്. നിധി മാലയൊക്കെ ഇട്ട് വേപ്പില വാങ്ങുമ്പോൾ തിരുമേനി പറയുന്നു, നന്നായി പ്രാർത്ഥിച്ചോളൂ. ഇത് കേട്ട് പ്രാർത്ഥിച്ച് ദേഷ്യത്തോടുകൂടി ലളിതയെ നോക്കുകയാണ് നിധി. പെട്ടെന്ന് സുധീഷ് കാണുകയാണ് തീച്ചട്ടി എടുക്കാനായി ഒരുങ്ങി നിൽക്കുന്ന നിധിയെ. ഞെട്ടി വിശ്വസിക്കാനാകാതെ സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ ദേ അങ്ങോട്ട് നോക്കി, നിധി തീച്ചട്ടി എടുക്കാനായി നിൽക്കുന്നു. ഇത് കേട്ട് ഞെട്ടി നിധിയെ നോക്കുകയാണ് സുഭാഷും ഹരീഷും ചാന്ദിനിയും. ഹരീഷ് പറയുന്നു, കൂടെ നികേഷും ഉണ്ടല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾ വാന്ന് പറഞ്ഞ് സുധീഷ് എല്ലാവരെയും കൂട്ടി നിധിയുടെ അരികിലേക്ക് പോവുകയാണ്. സുധീഷ് പറയുന്നു, നിധി എന്താ ഇത്? ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്? അപ്പൊ നിധി പറയുകയാണ്, ഇല്ല സുധീഷ്, ഞാൻ ഈ പൂജ ചെയ്തിട്ട് വരാം. അതൊന്നും വേണ്ട, പറയുന്നത് കേൾക്കുന്ന സുധീഷ് പറയുമ്പോൾ നികേഷും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. സുധീഷ് പറയുന്നു, നിധിക്ക് ഇതൊന്നും ശീലമുള്ളതല്ലോ, പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. നിധി പ്ലീസ് വാ നമുക്ക് പോകാം. അപ്പൊ നിധി പറയുകയാണ്, ഇല്ല സുധീഷ്, ഇവിടെ ഞാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിന്നേ പറ്റൂ. സുധീഷ് വയ്ക്കോ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ സുഭാഷ് പറയുകയാണ്, നിധി എന്താ ഇത്? നമ്മൾ വേണ്ടാന്ന് തീരുമാനിച്ചതല്ലേ, പിന്നെ എന്തിനാ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? അപ്പോൾ സുഭാഷ് പറയുകയാണ്, ഇല്ല സുഭാഷേട്ടാ ഞാൻ നോക്കിക്കോളാം. നികേഷ് കൈ ഒരുപാട് പൊള്ളില്ലായിരിക്കും അല്ലേ? അപ്പൊ നികേഷ് പറയണ, അറിയില്ല ഏട്ടത്തി, എല്ലാരും ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ആ ക്ഷേത്രം വരെ തീച്ചട്ടിയുമായിട്ട് പോകുന്നത് കുറച്ച് പാടാ. ഏട്ടത്തി ഇപ്പൊ വേണമെങ്കിലും ഏട്ടത്തിക്ക് ഇതിൽ നിന്നും പിന്മാറാം, നമുക്ക് പോകാം. അപ്പോൾ നിധി പറയണ, മിണ്ടാ നിൽക്കടാ, ഞാൻ ഈ പൂജ ചെയ്യും. അപ്പൊ സുഭാഷ് പറയണ, എടാ സുധീഷ് എന്താടാ ഇത്? നിധിയോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ, ഇനിയും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല സുഭാഷേട്ടാ, നിധി അത് കേൾക്കില്ല. അവള് തീച്ചട്ടി എടുക്കാൻ തീരുമാനിച്ചു, അവളുടെ കൈ പൊള്ളാൻ പാടില്ല, അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ സുഭാഷ് പറയണ, അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ ഈ വേപ്പിലൊക്കെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയല്ലേ കയ്യിൽ പിടിച്ചിരിക്കുന്നത്? അപ്പൊ സുഭാഷ് പറയണ, അതേടാ, എന്നാലും കൈ പൊള്ളുവടാ. സുധീഷ് മനസ്സിൽ പറയണ, അപ്പോ എക്സ്ട്രാ കുറച്ചുകൂടി വേപ്പില വെച്ചാൽ കയ്യിൽ ചൂടറിയില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ സുധീഷ് അവിടെ വന്ന് പോകുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷ് എവിടെ പോയതാ സുഭാഷേട്ടാ? സുഭാഷ് പറയുന്നു, അറിയില്ല നിധി. കുറച്ച് വേപ്പിലയുമായി അവിടേക്ക് വന്ന സുധീഷ് പറയുന്നു, നിധി ഇതുകൂടി കയ്യിൽ വെച്ചോ. കയ്യിലുണ്ടല്ലോ എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, കുറച്ചുകൂടി കയ്യിൽ പിടിച്ചാൽ കയ്യില് ചൂടറിയില്ല, അതുകൊണ്ടാ നിധി ഇതും കൂടി കൈ വെക്ക്. ഇത് കേട്ട് പുഞ്ചിരിച്ച് നിധി ആ വേപ്പില വാങ്ങുകയാണ്. ടെൻഷനോടുകൂടി നിധിയെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പതിയെ സുഭാഷിനോട് പറയുന്നു, സുഭാഷേട്ടാ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിധി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എന്റെ ഭാര്യയായിട്ട് തന്നെയല്ലേ അവൾ ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ സുഭാഷ് പറയുന്നു, സുധീഷ് നീ വിഷമിക്കാതെ, നിധി നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്, ഭഗവാൻ അവളെ നോക്കിക്കോളും. അപ്പൊ സുധീഷ് പറയുന്ന, നമ്മുടെ കുടുംബത്തോട് അവൾക്ക് എന്തോരം സ്നേഹം ഉണ്ടായിട്ടാ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു പൂജ ചെയ്യാൻ അവൾ
ഇറങ്ങിയത്. എന്റെ ഭാര്യ സുഭാഷേട്ട അവള്. ഇവളെ ഞാൻ എങ്ങനെ വേണ്ടാന്ന് വെക്കും? അങ്ങനെ കണ്ണു നിറഞ്ഞ സ്നേഹത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. തുടർന്ന് ക്ഷേത്രത്തിൽ മണിയടിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് സുഭാഷ് പറയുന്നു, നിധി മോളെ വാ. നിധിയും മറ്റു സ്ത്രീകളുമെല്ലാം തീച്ചട്ടിയുമായി മുന്നോട്ട് പോവുകയാണ്. നിധിയുടെ ഒപ്പം സുഭാഷും ചാന്ദിനിയും സുധീഷും ഹരീഷും നികേഷും എല്ലാം പോകുന്നു. സുനന്ദയുടെ ഒപ്പം അശ്വിനും ലളിതയും പോവുകയാണ്. നിധി ക്ഷീണത്തോടുകൂടി മുന്നോട്ട് നടക്കുകയാണ്. കുറച്ചപ്പുറത്തായിരുന്ന ഫ്രണ്ട്സിന്റെ ഒപ്പം ചീട്ട് കളിക്കുന്ന ഭാസ്കരൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരാൾ പറയുന്നു, ഭാസ്കര, നിന്റെ മരുമകൾ തീച്ചട്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ നീ ഇവിടെ ഇരുന്ന് ചീട്ട് കളിക്കുകയാണോ? ഭാസ്കരൻ ടെൻഷനോടുകൂടി നിധിയെ നോക്കുകയാണ്. തീച്ചട്ടിയുടെ ചൂട് സഹിക്കാനാകാതെ നിധി തളർന്ന് മുന്നോട്ട് നടന്നു പോകുമ്പോൾ സുധീഷ് ഓടിച്ചെന്ന് ഒരു കുടം വെള്ളവുമായി അവിടേക്ക് വന്ന് ആ കുടത്തിലെ വെള്ളം നിധിയുടെ അരികിലേക്ക് ഒഴിക്കുകയാണ്. നിധിയുടെ കാലിലെല്ലാം വെള്ളമാകുകയാണ്. നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, നിധി മുന്നോട്ട് വെക്കോ. തുടർന്നവർ ക്ഷേത്രത്തിലേക്ക് വന്ന് തീച്ചട്ടി വെക്കുകയാണ്. നിധിയും മറ്റെല്ലാവരും ക്ഷീണത്തോടുകൂടി തൊഴുതു പ്രാർത്ഥിക്കുന്നു. സുധീഷ് അടുത്തുള്ള വീടുകളിലെല്ലാം പോയി ഐസ് ക്യൂബ്സ് അന്വേഷിക്കുകയാണ്. ഒരു വീട്ടിൽ നിന്നും സുധീഷിന് ഐസ് ക്യൂബ്സ് കിട്ടുന്നു. ടവലിലേക്ക് ഐസ് വാങ്ങിച്ചു കിട്ടി സുധീഷ് ക്ഷേത്രത്തിലേക്ക് ഓടി പോവുകയാണ്. തുടർന്ന് നിധിയുടെ കൈ പൊള്ളിയിരിക്കുന്നത് കണ്ട് സുഭാഷ് പറയുകയാണ്, അയ്യോ കൈ പൊള്ളിയിരിക്കുന്നത് കണ്ടില്ലേ, ഇതുകൊണ്ട് നമ്മളെ വേണ്ടാന്ന് പറഞ്ഞത്. സാരമല്ല സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ അവിടെ ഓടി വന്ന സുധീഷ് പറയുകയാണ്, നിധി കണ്ടില്ലേ കൈ ചുവന്ന് കിടക്കുന്നത്, പറഞ്ഞ കേക്കില്ലല്ലോ, കൈ ഇങ്ങോട്ട് കാണിക്കുന്നു പറഞ്ഞ് നിധിയുടെ കയ്യിലേക്ക് ആ ഐസ് വെച്ച് കൊടുക്കുകയാണ് സുധീഷ്. നിധി ചോദിക്കുന്നു, ഐസ് ക്യൂബോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അതെ നിധി, പുകച്ചിലിന് കുറച്ച് ആശ്വാസം കിട്ടും, വിഷമിക്കാതെ ശരിയാകും. എവിടെ പോയ ഐസ് ക്യൂബ് വാങ്ങിയതെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, അടുത്ത് കട വല്ലതും ഉണ്ടോ സുധീഷ് ഏട്ടാ? അപ്പോൾ സുധീഷ് പറയുകയാണ്, കടയൊന്നും ഇല്ല നികേഷ്. പിന്നെ എങ്ങനെയാണെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ ചില വീടുകളിലൊക്കെ പോയി ചോദിച്ചു, അവിടെയെങ്ങും ഐസ് ക്യൂബ് ഇല്ലായിരുന്നു. പിന്നെ മറ്റൊരു വീട്ടിൽ നിന്നും എനിക്ക് ഐസ് ക്യൂബ് കിട്ടി. അങ്ങനെ സുധീഷ് നിധിയുടെ കയ്യിൽ ഐസ് വെച്ച് കൊടുക്കുമ്പോൾ നിധി കണ്ണു നിറഞ്ഞ സ്നേഹത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് നിധി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഇപ്പൊ കുഴപ്പമില്ല, നല്ല നീറ്റലും പുകച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു, ഐസ് ക്യൂബ് വെച്ചപ്പോൾ കുറവുണ്ട്. സുഭാഷ് പറയുകയാണ്, അന്നേരം സുധീഷിന് ഭാഗ്യം കൊണ്ടാ തോന്നിയത്, കുറച്ചുകൂടി വേപ്പില മോളുടെ കയ്യിൽ കൊണ്ടുതരാൻ. ഇല്ലായിരുന്നെങ്കിൽ മോളുടെ കൈ ഇതിൽ കൂടുതൽ പൊള്ളിയനെ. അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ കുറച്ച് നന്നായി ആലോചിച്ച് ഏട്ടത്തി നടന്നു പോയപ്പോൾ കാലിൽ വെള്ളം ഒഴിച്ചില്ലേ? അപ്പൊ നിധി പറയുകയാണ്, അതേടാ, നടക്കാൻ വയ്യാതെ കഷ്ടപ്പെടുകയായിരുന്നു, തീച്ചട്ടി താഴെ വെക്കേണ്ടി വരുമോ എന്ന് വരെ ഞാൻ പേടിച്ചു. അപ്പൊ കാലിൽ വെള്ളം വീണു, അതുകൊണ്ടാ എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റിയത്. അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി ഒരുപാട് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ സുധീഷ് ഏട്ടൻ അങ്ങനെ ചെയ്തത്. സുധീഷ് നിധിയുടെ കയ്യിൽ പിടിച്ച് സ്നേഹത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധിയും കണ്ണു നിറഞ്ഞ സ്നേഹത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന തിരുമേനി പൊങ്കലിനായി എല്ലാവരെയും വിളിക്കുകയാണ്. ഇനി പൊങ്കൽ ഉണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ തിരുമേനി പറയുകയാണ്, തീച്ചട്ടി എടുത്ത എല്ലാവരും പൊങ്കലും വെക്കണം, പൊങ്കലും കൂടി കഴിഞ്ഞാലേ പൂജ പൂർത്തിയാകൂ. അങ്ങനെ തിരുമേനി അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടു കൂടി ഇരിക്കുന്ന നിധിയോട് സുധീഷ് പറയുന്നു, നിധി അതൊന്നും ചെയ്യണ്ട, ഇപ്പൊ തന്നെ നിധിയുടെ കൈ ചുമന്നിരിക്കുക, ഇനിയും വിറകടുപ്പിൽ പൊങ്കൽ വെക്കണം. അപ്പൊ നിധി പറയുകയാണ്, അങ്ങനെയല്ല സുധീഷ്, പൊങ്കലും കൂടി കഴിഞ്ഞാലേ വഴിപാട് പൂർത്തിയാകും, പൂജ അവസാനിക്കും, അതും കൂടി ഞാൻ ചെയ്യാം. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, അതൊക്കെ ശരിയാ, ഏട്ടത്തിക്ക് പൊങ്കൽ വെക്കാൻ അറിയോ? അറിയില്ല, എങ്ങനെയാണെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, അത് വലിയ കാര്യമൊന്നും അല്ല മോളെ, ഈസിയാ, ഞാൻ പറഞ്ഞുതരാം മോക്ക്. ചാന്ദിനിക്ക് പൊങ്കൽ വെക്കാൻ അറിയുമോന്ന് നിധി ചോദിക്കുമ്പോൾ കഴിക്കാനാണോ എന്ന് ചോദിക്കുകയാണ് ചാന്ദിനി. അപ്പോൾ നിധി പറയണ, കഴിക്കാനല്ല, പൊങ്കല്. ചാന്ദിനി പറയുന്നു, അറിയില്ല. ഒന്ന് ആലോചിച്ച് നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ പൊങ്കൽ എങ്ങനാ? സുഭാഷ് എല്ലാം വിശദമായി നിധിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം കേട്ട് നിധി ചോദിക്കുന്നു, അത്രേ ഉള്ളൂ സുഭാഷ് ഏട്ടാ, ശരി ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ഇതെന്താ സുഭാഷ് ഏട്ടാ, എല്ലാ സ്ത്രീകൾ മാത്രമാണോ ചെയ്യേണ്ടത്, ഫാമിലിക്ക് വേണ്ടി ആണുങ്ങളൊന്നും ചെയ്യണ്ടേ? സുഭാഷ് പറയണ, പാവം നിധി ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇതും കൂടി ചെയ്തില്ലെങ്കിൽ ശരിയാകില്ല, നിധി അത് ചെയ്യട്ടെ. അങ്ങനെ എല്ലാവരും നിധിയുടെ പിന്നാലെ പോവുകയാണ്. തുടർന്ന് ക്ഷേത്രത്തിൽ പൂജകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെളിച്ചപ്പാട് തുള്ളുകയാണ്. എന്നെ കാണാനായി വന്ന ആ പുതിയ കുടുംബം എവിടെ? മുന്നോട്ട് വാ. ഇത് കേട്ട് നിധി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് വരികയാണ്. വെളിച്ചപ്പാട് പറയുന്നു, നിന്റെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്, മാറാൻ തയ്യാറായിക്കോ. എന്താ ഈ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഒരുപക്ഷെ സുധീഷേട്ടനെ വേണ്ടാന്ന് വെച്ച് ഏട്ടത്തി പോകുമായിരിക്കും, എന്നിട്ട് മറ്റൊരാൾ ഏട്ടത്തിയുടെ ജീവിതത്തിലേക്ക് വരും. സുധീഷ് പറയുന്നു, കൊന്നുകളെ നിന്നെ ഞാൻ, നല്ല കാര്യമൊന്നും പറയില്ല, നീ നന്നായി വരുമെന്ന് പറഞ്ഞ് നിധിയെ അനുഗ്രഹിക്കുകയാണ് വെളിച്ചപ്പാട്. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ലളിത ദേഷ്യത്തോടു കൂടി നിൽക്കുന്നു. സുഭാഷിനെ അരികിലേക്ക് വിളിക്കുകയാണ് വെളിച്ചപ്പാട്. അരികിലേക്ക് വന്ന സുഭാഷിനോട് വെളിച്ചപ്പാട് ചോദിക്കുന്നു, കല്യാണം നടക്കാൻ വേണ്ടിയല്ലേ നീ എന്നെ കാണാൻ വന്നത്? ഇത്രയും വർഷവും നിന്റെ കണ്ണിൽ എന്നെ കണ്ടില്ലേ? എന്തു മറന്നാലും ദൈവത്തെ മറക്കാൻ പാടുണ്ടോ? സുഭാഷ് പറയുന്നു, ചെയ്തത് തെറ്റായി പോയി, ക്ഷേത്രം എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാ ഞങ്ങൾ വരാഞ്ഞത്. അപ്പോൾ വെളിച്ചപ്പാട് പറയുകയാണ്, നീ എന്തിനാണോ എന്നെ തേടി വന്നത് അത് സംഭവിക്കും, അതിനുശേഷവും നീ എന്നെ കാണാൻ വരണം, മനസ്സിലായോ? നീ വരുമോ? ഉറപ്പായും വരുമെന്ന് സുഭാഷ് പറയുമ്പോൾ സുഭാഷിന്റെ ദേഹത്തേക്ക് പൂക്കളിട്ട് അനുഗ്രഹിക്കുകയാണ് വെളിച്ചപ്പാട്. ചാന്ദിനിയുടെ കയ്യിലേക്കും പൂക്കൾ വന്ന് വീഴുന്നു. ആ പൂക്കളിലേക്ക് നോക്കി സന്തോഷത്തോടുകൂടി കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് ചാന്ദിനി. സുനന്ദ ചാന്ദിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. തിരുമേനി പറയുന്നു, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതേ നടക്കും. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി
പ്രാർത്ഥിക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്